എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് സൺഡേ, നല്ല സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് പപ്പ ഒഴിച്ച്, പപ്പ വന്നില്ല, ബാക്കി എല്ലാവരും മമ്മി, ആങ്ങള, വൈഫ്, പിന്നെ മമ്മിയുടെ അനിയത്തി കുഞ്ഞാൻറ്റി ഇവരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടി വന്നതാണ്. ദേ അവർ വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ദേ കല്യാണത്തിന് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പോയപ്പോൾ ചാടി കയറി. അപ്പോൾ ദേ കല്യാണം കഴിഞ്ഞതേ പിന്നെ കല്യാണത്തിന് കൊണ്ടുപോകാൻ പൊന്നൂസ് വഴക്ക് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. സന്തോഷത്തിലാണ്. ജുവാൻകുട്ടനും സന്തോഷത്തിലാണ്. ഒരു കാര്യമായിട്ട് ഐസ്ക്രീമോ അതിന് സന്തോഷമായിരിക്കും മുഖത്ത് കാണുന്നത്. കല്യാണം അടിപൊളിയാ. എന്നായിരുന്നു ഫുഡ്? അപ്പം ചോറാണോ കഴിച്ചോ? നല്ല മണം അടിച്ചിട്ട് ഇതെന്നാടാ? ക്രഞ്ചീസോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? അപ്പൊ അവര് ചിക്കൻ അങ്ങനെ ഏതാണ്ട് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. അതിന്റെ സന്തോഷാട്ടോ പിള്ളേരുടെ ഫേസിൽ കണ്ടത്. നല്ല മഴ നല്ല ഇടി വെട്ടി പൊട്ടക്കാൻ പറ്റുന്ന ഇടി വെട്ടി മഴ തണുപ്പും അതുപോലെ തന്നെ ദേ കരണ്ടും ഇല്ല. പിള്ളേരൊക്കെ കഴിച്ചോണ്ടിരിക്കണം. ഒന്നും കിട്ടിയില്ലേ? ജുവാൻകുട്ടനെ എങ്ങനെയുണ്ട്? തിന്നു നോക്കിയേ. കണ്ടോ, ഇത് ക്രഞ്ചീസിന്റെ കേട്ടോ. കണ്ടോ ക്രഞ്ചീസ്. അപ്പോ ഇതെന്നാടാ? അപ്പോൾ അതേ എല്ലാം ഒക്കെ കഴിഞ്ഞത് അവർ പോകാൻ ഇറങ്ങിയിട്ട് വൈകുന്നേരമായി. നല്ല മഴയൊക്കെ ഉണ്ട്, പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുമ്പ് വീട്ടിൽ ചെല്ലണ്ടേ, അതുകൊണ്ട് അവർ പോകാൻ ഇറങ്ങി. അപ്പോൾ എഡ്വിനാണെങ്കിൽ പോവാന്ന് ഓർത്താണ് വിഷമത്തിൽ. അവൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ ഓൾറെഡി പറഞ്ഞു, എടാ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ പോകാമെന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ മമ്മിയാണെങ്കിലും പറഞ്ഞു, ഇനി ഉള്ള ദിവസങ്ങളിൽ അക്ഷരം അങ്ങനെയൊക്കെ പഠിക്കുക. അപ്പോൾ എഡ്വിന് വിഷമമായിട്ടോ. അപ്പോൾ ജുവാൻകുട്ടനും ഓർത്തത്, ജുവാൻകുട്ടൻ എന്ന് പറഞ്ഞാൽ ആങ്ങളുടെ വെച്ച്, അപ്പോൾ അവനും ഓർത്തത് ചേട്ടായിനെ കൊണ്ട് പോവാം, രണ്ടുപേർക്കും കൂടെ അടിച്ചു പൊളിക്കാന്നുള്ള മട്ടിലാണ്. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ദേ എഡ്വിൻകുട്ടൻ അവിടെ വഴക്കൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ ദേ അവർ പോണു. ബൈയൊക്കെ പറഞ്ഞതേ പോയി. പൊന്നൂസിനും വിഷമം.